കൊല്ലവർഷം 1200-ാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തെ ഫലം നോക്കുമ്പോൾ കർക്കിടക കൂറുകാർക്ക് എങ്ങനെയാണ് ഫലിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിലുള്ളവർക്ക് കുറേയേറെ ഗുണഫലങ്ങളും എന്നാൽ ചില ചെറിയ കാര്യങ്ങളിൽ ദോഷഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ സാധിക്കും. പ്രത്യേകിച്ച് പൗരസ്ത്യ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും തണുപ്പുള്ള മേഖലകളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നതാണ്. പാശ്ചാത്യ ദേശങ്ങൾ ഭൂരിപക്ഷവും തണുപ്പിൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യം സാധിക്കുന്നതാണ്, തൊഴിൽ നടപ്പിലാവുന്നതാണ്. വിശിഷ്ട വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും നേടിയെടുക്കാൻ പറ്റിയ സമയമാണ്. സാമൂഹിക അംഗീകാരം വർദ്ധിക്കുന്ന സമയമാണ്. രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ ചികിത്സകർക്ക് അവരുടെ മേഖലയിൽ ശോഭിക്കാൻ, ഈ നക്ഷത്രങ്ങളിലുള്ള ചികിത്സകർക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ പറ്റിയ സമയമാണ്. അതെല്ലാം നടപ്പിൽ വരുന്നതാണ്. വൈഷ്ണവ പ്രീതികരങ്ങളാകുന്ന പൂജകൾ കൂടുതൽ ഭംഗിയായിട്ട് നിർവഹിച്ചാൽ അതിനെല്ലാം ഉത്തരോത്തരം കൂടുതൽ ശ്രേഷ്ഠത ഒന്ന് ഭവിക്കുന്നതാണ്. സഹോദരങ്ങളും സ്വജനങ്ങളുമായിട്ടും മറ്റും എന്ന് വെച്ചാൽ രക്തബന്ധമുള്ള ആളുകൾ, സഹോദര പക്ഷത്തുള്ളവർ, അവർക്ക് വന്നിരിക്കുന്ന ബന്ധുക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളുമായിട്ടും കലഹം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ പുണർദം നക്ഷത്രക്കാർ, പുണർദത്തിൻ്റെ അവസാന കാൽഭാഗക്കാർ ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റപ്പെടാനൊക്കെ സാധ്യതയുണ്ടാകാം സ്വജനങ്ങൾക്കിടയിൽ നിന്ന്. അതൊരു ഒരുപാട് ഗുണഫലങ്ങൾ, നല്ല ഫലം ലഭിക്കുന്ന സമയമാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പൂയം നക്ഷത്രക്കാരാണ്. അഭിഭാഷകരായിട്ടുള്ളവർക്ക് എല്ലാം വളരെ ഗുണകരമാണ്. ജഡ്ജി, നീതിന്യായ മേഖലകളിൽ ജോലി ചെയ്യുന്ന അതുപോലെയുള്ള ഉന്നത സ്ഥാനീയർക്കെല്ലാം ശോഭിക്കാൻ പറ്റിയ സമയമാണ്. സാമൂഹികമായ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അറിയപ്പെടുന്നവർക്കും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരം വ്യാപകമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും കൂടുതൽ ശോഭനീയമായ ഒരു സമയമാണ് ഇത്. ഇതിൽ ആയില്യം നക്ഷത്രക്കാർ സ്വജനങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ഇടയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കുക. മാതാവ്, മാതുലൻ അങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, സഹോദരങ്ങൾ, ഇതിലെല്ലാം തന്നെ അവരൊരു ഭിന്നാഭിപ്രായം കണ്ടെത്തി അകന്നു പോകാൻ സാധ്യതയുണ്ട്. ചെറിയ ഭിന്നതകളെ തന്നെ അവർ തന്നെ കുറേയും കൂടെ ചിന്തിച്ച് സങ്കല്പിച്ച് പർവ്വതീകരിച്ച് വളർത്തി വലിയ കുഴപ്പങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ ആയില്യം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റെല്ലാം കൊണ്ടും ശുഭകരമാണ്. ആരോഗ്യം വളരെയേറെ ശ്രദ്ധിക്കുക ആയില്യം നക്ഷത്രക്കാർ.